പണത്തെ അക്സെപ്റ്റ് ചെയ്യാൻ ആരും പഠിച്ചിട്ടില്ല. പണത്തെ നിരസിക്കാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പഠിച്ചിട്ടുള്ളത്. കോൺഫിഡൻസ് പണിയെടുക്കുമ്പോൾ ഹോപ്പല്ല, കൺഫർമേഷനാണ്. സംശയം പണിയെടുക്കുമ്പോൾ ഹോപ്പേ പണിയെടുക്കും. അപ്പം തന്നെക്കായിൽ ഉയർന്ന നിലയിലുള്ള ആൾക്കാരുടെ കൂടെ പോകുമ്പോൾ നിർബന്ധിതനായിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് മേടിച്ച് കൊടുക്കുകയും അതേപോലെ തന്നെ അവിടെ സ്വയം ഡീഗ്രേഡ് ചെയ്ത് ഫിനാൻഷ്യൽ സ്ട്രഗിൾ കൊണ്ടാണ് താത്തു വെക്കുകയും ചെയ്യാം. തട്ടിപ്പുകൾ കാണുകയോ കേൾക്കുകയോ അനുഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പാറ്റേൺ ആണ്. 2, ലോജിക്കിനെ എപ്പോഴും ചോദ്യം ചെയ്താലേ പറ്റുള്ളൂ. ആ മെഡിറ്റേഷൻ ഒരു 2-3 മിനിറ്റ്സ് കേൾക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. നമ്മുടെ ബ്രെയിനിനെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന ഇമേജുകളും ഉണ്ട്, അതുപോലെ മ്യൂസിക്കുകളുണ്ട്. ഒരാളുടെ ലൈഫിൽ ഏറ്റവും കുറഞ്ഞത് 2 സമയം അവൻ്റെ ജീവിതത്തിൽ ആൽഫ സ്റ്റേജ് വന്നു പോകുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത്, അതായത് ഒന്ന് ഉറക്കത്തിലേക്ക് പോകുമ്പോഴും മറ്റൊന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴും. 2 ടൈമും ആൽഫ സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ബീറ്റയിലേക്ക് വരുന്നതിന് മുമ്പ് ആൽഫയിലേക്ക് താഴേക്ക് പോകുമ്പോൾ ആൽഫയിൽ പോവും. അതിനുശേഷം മാത്രമാണ് താഴേക്ക് തീറ്റ ഡെൽറ്റ എന്ന് പറഞ്ഞ് പോവുക. അപ്പോൾ ഈ ആൽഫ സ്റ്റേജിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവിടെ മാനിഫെസ്റ്റേഷൻ കൊടുക്കാൻ പറ്റും. പക്ഷേ അപ്പോഴത്തേന് നിർഭാഗ്യവശാൽ ഇതിങ്ങനെ നോക്കിയിരിക്കുന്ന ഒരാൾ ഓട്ടോമാറ്റിക്കലി ബീറ്റയിലേക്ക് കയറിപ്പോരും. അപ്പോൾ അതിന് അവൻ്റെ ബ്രെയിനിനെ അല്ലെങ്കിൽ അവൻ്റെ സബ് കോൺഷ്യസിനെ പഠിപ്പിക്കണം. ആൽഫ സ്റ്റേജിൽ വരുമ്പം മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സാധനം കൊടുക്കണം. ഇതാണ് ഒരു പോംവഴി. അത് അത്ര എളുപ്പമല്ല. ഇനി അടുത്തത്, മാനിഫെസ്റ്റേഷനുള്ള ഡേറ്റ മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇപ്പം നേരത്തെ പറയാം, മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കണ്ടൻറ്റ് കൊടുക്കുക, നീ പോസിറ്റീവായിട്ട് ചിന്തിക്കൂ എന്ന് പറയുകയാണ്. പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ രാഹുലിനോട് പറഞ്ഞു, രാഹുലെ ഇപ്പം മുതൽ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കേട്ടോ. രാഹുലേ ഒരു കാര്യം ചെയ്യും, നാളെ ഒരു 25,000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കും കേട്ടോ. രാഹുൽ കണ്ണുടച്ചത് കേൾക്കുമോ? ഇല്ല. എന്തിന് 25,000 ചോദിക്കും. 2, അത് 25 രൂപയ്ക്ക് ഞാൻ ഇയാൾക്കൊരു പ്രത്യേക ഫ്രൂട്ട് ഉണ്ട്, ആ ഫ്രൂട്ട് കൊണ്ട് തരാം, അത് കഴിച്ചാൽ മതി, ഇയാളുടെ പിന്നെ അതിന് ശേഷമുള്ള എല്ലാ മാനിഫെസ്റ്റേഷനും പവർഫുള്ളാവും. എന്താ അവസ്ഥ? പറ്റിക്കുവാണെന്നൊരു ഓഫ് കോഴ്സ്. അതായത് ഡൗട്ട്ഫുൾ. ഈ പറ്റിക്കുകയാണോ എന്നുള്ളത് തോന്നുന്നത് എന്തുകൊണ്ടാ? നടക്കത്തില്ലെന്ന് നമുക്കറിയാം. നടക്കത്തില്ലെന്ന് എന്തുകൊണ്ടറിയാം? നമ്മുടെ ഒരു പാറ്റേൺ അനുസരിച്ച്. ആ പാറ്റേൺ എങ്ങനെ കിട്ടി? ആരെങ്കിലും പൈസ മേടിച്ചിട്ട് തരാതിരുന്നിട്ടുണ്ടോ? ഇല്ല. കടം കൊടുക്കാറുണ്ടോ? ഞാനോ? തരാതിരുന്നു. കടം കൊടുക്കാറുണ്ടോ? ഓക്കെ. തിരിച്ച് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടോ? തരാത്തവരുണ്ട്. ഉണ്ട്. ഇപ്പൊ ഇനിയും ആള് ചോദിച്ചാൽ താങ്കൾ കൊടുക്കുമോ? ഇല്ല. എക്സ്പീരിയൻസ് താങ്കളുടെ ഒരു പാറ്റേൺ ആയില്ലേ? ഇതേപോലെ തട്ടിപ്പുകൾ കാണുകയോ കേൾക്കുകയോ അനുഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പാറ്റേൺ ആണ്. 2, ലോജിക്കിനെ എപ്പോഴും ചോദ്യം ചെയ്താലേ പറ്റുള്ളൂ. പഴം തിന്നാൽ എങ്ങനെയാ എല്ലാം ശരിയാവുക? എങ്ങും കേട്ടുകേൾവിയില്ല. പഴം തിന്നാൽ എന്താ ശരിയാവുക? സംശയമല്ലേ? ഈ സംശയത്തിന് കൃത്യമായ ഉത്തരം കിട്ടിയില്ലെങ്കിൽ കാര്യങ്ങൾ പൊളിഞ്ഞു പോകും. അതേസമയം കൃത്യമായ ഉത്തരം കിട്ടിയിട്ട് ഇത് മുടക്കുമ്പം അതിനകത്ത് ഇത് ഇന്നതാണ്, ഇതിങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാകും എന്ന് കൃത്യമായ ഒരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഒരു സംശയം പണിയെടുക്കുന്നതും കോൺഫിഡൻസ് പണിയെടുക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? ഉണ്ട്. കോൺഫിഡൻസ് പണിയെടുക്കുമ്പോൾ ഹോപ്പല്ല, കൺഫർമേഷനാണ്. സംശയം പണിയെടുക്കുമ്പോൾ ഹോപ്പേ പണിയെടുക്കത്തുള്ളൂ. എങ്ങാണം കിട്ടിയാലോ ബിരിയാണി കിട്ടിയാലോ എന്ന് സലീം കുമാർ പറയുന്ന മാതിരി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ശരിക്കും നമ്മൾ ചിന്തിക്കുന്ന തരംഗം ബീറ്റ ലെവലിലാണ്. ബീറ്റ ലെവലിൽ നിന്ന് ആൽഫ ലെവലിൽ വരുമ്പോൾ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തയ്യാറെടുക്കാം. അതിന് എന്തൊക്കെ എക്സസൈസുകൾ നമുക്ക് ചെയ്താൽ പറ്റുമെന്ന് പറയാം. മൂന്നാമതായിട്ടുള്ളത്, അതിനും ആൽഫയ്ക്കും താഴെ നമുക്ക് തീറ്റ ലെവലും ഡെൽറ്റ ലെവലും ഉണ്ട്. ഈ തീറ്റ ലെവലിൽ ചെന്ന് കഴിഞ്ഞാൽ നിരന്തരമായി ചെയ്തു വെച്ചിരിക്കുന്ന, അല്ലെ ബോധിച്ച് നമ്മൾ വന്ന് മുന്നോട്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന, പണ്ട് മുതൽ പഠിച്ചു വന്നിരിക്കുന്ന, ചെറുപ്പം മുതൽ മനസ്സിലുണ്ടായിരിക്കുന്ന പണം എന്ന് പറയുന്ന വിഷയത്തിൻ്റെ ആകെത്തുകയിലുള്ള ഒരു ഇമേജ് ഉണ്ടാവും. ഓക്കെ, ആ ഇമേജ് റീവർക്ക് ചെയ്ത് പുതിയതാക്കാൻ പറ്റും. അതിന് ഒരു ഫോളോ അപ്പ് മെഡിറ്റേഷൻ ഉണ്ട്. ജസ്റ്റ് ഫോളോ അപ്പ് മെഡിറ്റേഷൻ കേട്ടോണ്ട് കിടന്നത്, അതെന്താ വെച്ചാൽ ആ മെഡിറ്റേഷൻ ഒരു 2-3 മിനിറ്റ്സ് കേൾക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. ഇത് പ്രോസസ്സ് ചെയ്തു പോയാൽ അയാളുടെ അതുവരെ ഉണ്ടായിരുന്ന ബ്രെയിൻ ഫോക്ക്, പണത്തെക്കുറിച്ചിട്ടുള്ള ഒരു മൂടാപ്പൽ മാറി ഫ്രഷ് ഇമേജ് ആയിട്ട് വരും.
ഈ മ്യൂസിക് എന്ന് പറയുമ്പോൾ ഇന്ന് യൂട്യൂബിൽ Musical, ഒരുപാട് music മ്യൂസിക് മാത്രമല്ല. അല്ല മ്യൂസിക് എന്ന് പറയുമ്പോൾ ഇന്ന് യൂട്യൂബിൽ ഒരുപാട് മ്യൂസിക്കുകൾ ഫ്രീക്വൻസി മ്യൂസിക്. പക്ഷേ ചില ആളുകൾ പറഞ്ഞു കേട്ടതനുസരിച്ച് ഇത്തരത്തിലുള്ള മ്യൂസിക്കിൽ ചില കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചേക്കും, അതുകൊണ്ട് എല്ലാ മ്യൂസിക്കും കേൾക്കാൻ പാടില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അതിലെന്തെങ്കിലും ലോജിക് ഉണ്ടോ? അതിന് സബ്ലിമൽ ഇമേജസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. നമ്മുടെ ബ്രെയിനിനെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന ഇമേജുകളും ഉണ്ട്, അതുപോലെ മ്യൂസിക്കുകളുണ്ട്. ഇമേജസ് മാത്രമല്ല, അതൊരു കണ്ടീഷനാണ്. അപ്പോൾ ഡോളോ 650 എന്ന് പറയുന്ന ടാബ്ലറ്റ് തലവേദനയ്ക്ക് നല്ല മരുന്നാണെന്ന് എല്ലാവർക്കും അറിയാം. അത് എല്ലാവരിലും വർക്ക് ചെയ്യുമോ? ഇല്ല. അത് ഓരോ വ്യക്തികളിലും സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആണല്ലേ. ഇതേപോലെ നമ്മൾ ഫോളോ അപ്പ് മെഡിറ്റേഷൻ എന്ന് ഞാൻ പറയുന്നത് അടിസ്ഥാനപരമായ 100% റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റാണ്. പക്ഷേ ഫോളോ അപ്പ് മെഡിറ്റേഷനിലേക്ക് ആളെത്തപ്പെടണമെങ്കിൽ അവൻ്റെ ഫിസിക്കൽ ബോഡി ഹെൽപ്പ് ചെയ്താലേ പറ്റുള്ളൂ. ഇപ്പം ഞാൻ പറയുകയാണ്, എൻ്റെ ഫോളോ അപ്പ് മെഡിറ്റേഷൻസ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഒരു 3 മിനിറ്റ്സ് അല്ലെ മാക്സിമം 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഉറങ്ങിപ്പോകും. ഉറങ്ങിപ്പോയാൽ അതിനകത്ത് നിങ്ങളുടെ കോൺഷ്യസ് അവിടെ നിന്ന് മാറുന്നുണ്ടാവും. സബ് കോൺഷ്യസ് ആയിരിക്കും ആ ഡേറ്റ എടുക്കുന്നത്. അതെങ്ങനെ എടുക്കുന്നു എന്നൊക്കെയുള്ളത് നമ്മൾ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ഹിപ്നോസിസിനെ കുറിച്ച് പറയണം. ഹിപ്നോട്ടിസം എന്ന് പറയുന്ന സിസ്റ്റത്തിനകത്ത് അതെന്താണ്? നമ്മൾ മനഃപൂർവ്വം നമ്മളിൽ നിന്ന് തന്നെ നമ്മുടെ ബോധതലത്തെ മാറ്റി നിർത്തി ഉപബോധതലത്തിനോടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. ഈ ഉപബോധതലത്തിനെ പഠിച്ചു വെച്ചിരിക്കുന്ന ചില സാധനങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറയുകയാണ്, അതൊരു എക്സാമ്പിൾ ഞാൻ പറയാം. രാഹുലിനോട് പറയാം, ഇതെത്രയാ? 1. ഓക്കെ, ഞാൻ ഇനിയിപ്പം ഈ നമ്മുടെ പ്രോഗ്രാം കഴിയുന്നത് വരെ എപ്പം ഞാൻ രാഹുലിനോട് ഇങ്ങനെ കാണിച്ച് ചോദിച്ചാലും 1 കാണിച്ചാലും രാഹുൽ അത് 5 എന്ന് പറഞ്ഞാൽ മതി. ക്ലിയർ? പിക്ചർ ഓക്കെ ആണല്ലോ? ശരി. അതേപോലെ തന്നെ ഞാൻ പറയാണ്, എപ്പം ഞാൻ 2 കാണിച്ചാലും നേരെ ഓപ്പോസിറ്റ് പറയാം 4 പറഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ 1 5 2 4 സ്വാഭാവികമായിട്ടും 3 അപ്പം എന്തായിരിക്കും? 2. ഇല്ല, 3 തന്നെ ആയിരിക്കും. അങ്ങനെയെങ്കിൽ 4 എന്ത് പറയും? 2. 5 എന്ത് പറയും? 1. ഞാൻ പഠിപ്പിക്കാതെ തന്നെ താങ്കളുടെ പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞത്. ഈ ഒരു സാധനം നമ്മുടെ സെഗ്മെൻറ്റ് കഴിയുന്നത് വരെ ഇനി ഈ രീതിയിൽ തന്നെ നിൽക്കട്ടെ. ഒരു പക്ഷെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് നമ്മൾ ഏതൊരു സമയത്തും ഞാൻ താങ്കളോട് ഇങ്ങനെ രാഹുലെ ഇതെത്രയാ ഇങ്ങനെ ഒരു പാറ്റേണിൽ ചോദിച്ചാൽ താങ്കൾ ഉറപ്പായിട്ടും 5 എന്ന് പറയാം. ഓക്കെ, ഇത് ഇത്രയും ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. റൈറ്റ്? നമുക്ക് പറഞ്ഞു വന്നത് നമ്മുടെ ഇത് ചെറുപ്പകാലം മുതൽ നമ്മൾ ശീലിച്ച് വന്ന ഒരു കണ്ടന്റ് ആണല്ലേ. നമ്മൾ ഇതുപോലെ ശീലിച്ച് വന്ന ഒത്തിരി ഘടകങ്ങളുണ്ട്. ഒത്തിരി ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഘടകം കംഫർട്ട് സോണാണ് ഇതിന് കാരണം. ഈ കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ വീട്ടിൽ നമ്മൾ TV കാണാനിരിക്കുന്നത് എല്ലാവരും ഒരേ കസേരയിൽ തന്നെ ആയിരിക്കുമോ, അതോ മാറി മാറി ദിവസവും മാറി ഇരിക്കുമോ? മാറി നമ്മൾ കാണാൻ വരുന്ന സമയത്ത് ആളുകൾ ഇരിക്കുന്നതനുസരിച്ച് മാറി ആയിരിക്കും. ഓക്കെ, ഫുഡ് കഴിക്കാനിരിക്കുന്നത് ഒരേ സ്ഥലത്ത് തന്നെ ആയിരിക്കും. ഒരു പക്ഷെങ്കിൽ താങ്കളും ഒരേ സ്ഥലത്ത് തന്നെ ആയിരിക്കും. വീട്ടിൽ വേറെ ഉള്ള അംഗങ്ങളും അവരും ഇരിക്കുന്നത് മിക്കവാറും ഒരേ പാറ്റേണിൽ ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കും അല്ലേ. എന്തുകൊണ്ട് ആ ഒരു സ്ഥലത്തിന് തന്നെ കംഫർട്ട് കൊടുക്കുന്നത്? ഇനിയും ഹോട്ടലുകളിൽ സ്ഥിരം പോകുന്ന ഹോട്ടലുകൾ ഉണ്ടാവുമല്ലോ, അവിടെ പോയാൽ ഫുഡ് ഓർഡർ ചെയ്യുമ്പം സ്ഥിരമുള്ള വെയിറ്ററിനെ കൂട്ടാറുണ്ടോ? ചില സമയങ്ങളിൽ അവൈലബിലിറ്റിക്ക് സ്വാഭാവികം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അയാൾ നമ്മുടെ അടുത്തേക്ക് വരും. അത് അയാളുടെ കംഫർട്ടാണ്. എനിക്ക് അറിയാവുന്ന ആൾ, ഞാൻ ഡീൽ ചെയ്തോളാം അല്ലേ. ഇത് ഇങ്ങനെയാണ് നമുക്ക് ഓരോ കാര്യങ്ങളിലും. ഇപ്പോൾ യാത്ര ചെയ്യുമ്പം പൊതുവെ പറയും, കാറിൽ യാത്ര ചെയ്യുമ്പം ബാക്ക് സീറ്റ് പറ്റില്ല, ഫ്രണ്ട് സീറ്റ് പറ്റില്ല, അല്ലെങ്കിൽ സ്ഥിരം അതേ സീറ്റിൽ തന്നെ ഇരിക്കുക. ഇതൊരു കംഫർട്ട് സോണാണ്. നമ്മുടെ പാറ്റേണുകൾ ആവർത്തിച്ച് നമുക്ക് തന്നൊരു കംഫർട്ട് സോണാണ്. ആ വാച്ച് അഴിച്ച് അടുത്ത സൈഡിൽ കിട്ടുമ്പോൾ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ആവും. പലരും പുരുഷന്മാർ 4% ആൾക്കാരും ഇടത് കയ്യിൽ വാച്ച് കിട്ടും. ഏറ്റവും കൂടുതലും ആൾക്കാർ ഇടന്നാണ് പറയുന്നത്. എന്നാലും ഈ ഇടത് കയ്യിലിരിക്കുന്ന വാച്ച് അഴിച്ച് വലത് കയ്യിലൊന്നും ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ അത് വല്ലാത്ത ഇറിറ്റേഷനായിട്ട് തോന്നും അവർക്ക് അല്ലേ. അത് വളരെ കംഫർട്ടായിട്ട് ഇരുന്ന ഒരു സാധനത്തിനകത്ത് ഇറിറ്റേഷൻ ഫോം ചെയ്യാൻ തുടങ്ങും. ഇത് കംഫർട്ട് സോണിൻ്റെ പുറത്തിറങ്ങുന്നതാണ്. ഇതേപോലെ ആണ് നമ്മുടെ ബ്രെയിൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഉറങ്ങുന്ന സമയത്ത് നിവർന്ന് കിടന്നുറങ്ങുന്ന കൂട്ടത്തിലാണോ, കമന്ന് കിടന്നുറങ്ങുന്ന കൂട്ടത്തിലാണോ, ചരിഞ്ഞ് കിടന്നുറങ്ങുന്ന കൂട്ടത്തിൽ? നിവർന്ന് കിടന്നുറങ്ങുന്ന കൂട്ടത്തിലാണ്. അത് കമന്ന് കിടന്നുറങ്ങിയാലോ? എന്നെ സംബന്ധിച്ചാൽ പണ്ട് കമന്ന് കിടന്നായിരുന്നു, പിന്നെ ഞാൻ നേരെയായി. ഓക്കെ, ഇപ്പോൾ നേരെ ഒറ്റൊരു സ്ട്രൈറ്റ്. ഇതൊരു കംഫർട്ട് സോണാണ്. അതായത് ചിലർക്ക് ചില പൊസിഷൻസ് കിടക്കുന്നത്, ഇരിക്കുന്നത്, നടക്കുന്നത്,
വീട്ടിൽ ഗ്ലാസ് എടുക്കുന്നതിൽ സ്ഥിരം ഗ്ലാസ് ഉണ്ടാവുക, അല്ലെങ്കിൽ സ്ഥിരം പ്ലേറ്റുകൾ ഉണ്ടാവുക. പിന്നെ നമ്മൾ വേറെ രസം, നമ്മുടെ മാതാപിതാക്കളിൽ നിന്നുമൊക്കെ കണ്ട് കേട്ട് പഠിച്ചു വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ വീട്ടിൽ നല്ല പ്ലേറ്റുകളൊക്കെ വെച്ചിട്ടുണ്ടാവും, ബെഡ്ഷീറ്റുകളൊക്കെ ഉണ്ടാവും. അതെടുക്കരുത്, നമുക്ക് മറ്റാർക്കോ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അതായത് സെൽഫായിട്ട് അത് നമ്മൾ പോയിട്ട് പിന്നെ എടുക്കാൻ ചെല്ലുമ്പം തന്നെ എന്താണ്, അയ്യോ ഇത് എന്തോ കുഴപ്പമുള്ളത്, ഇത് അവർക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്, എങ്ങാണം പ്രശ്നം കിട്ടിയാൽ പറ്റി പൊട്ടിപ്പോലെയും ചെയ്താൽ പിന്നെ തീർന്നു. അതായത് നല്ലതൊക്കെ മറ്റാർക്കോ ഉള്ളതാണ്, അവനവൻ അർഹതയില്ലാത്തതാണ്. ഫസ്റ്റ് പൊതുവേ ഒരുമിച്ച് സുഹൃത്തുക്കളെല്ലാം കൂടി ഒരുമിച്ച് യാത്ര ചെയ്യുമ്പം ഞാൻ ആദ്യമേ കൊടുത്തേക്കാമെന്നും പറഞ്ഞ് എത്ര പേര് പേയ്മെൻറ്റ് കൊടുക്കാൻ ഫ്രണ്ടിൽ ചാടി ഇറങ്ങും? ഇല്ല. പൊതുവേ അവനവന് താഴെയുള്ളവരെ കൂട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ അത് അവനവൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഫുഡ് മേടിച്ചു, അയാൾ എനിക്ക് മറ്റേ എന്താ പറയുക ബിരിയാണി മേടിച്ചെന്ന് പറയും. ബിരിയാണി 450 രൂപയുടെ ബിരിയാണി മേടിച്ച് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാൾ വളരെ ഈസി ആയിട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് താഴെയുള്ളവന് മേടിച്ച് കൊടുക്കുമ്പോൾ 450 രൂപയുടെ ബിരിയാണി. അവർ മേടിക്കുന്നത് എന്തായിരിക്കും? മറ്റേ 100 രൂപയുടെ ബിരിയാണി ആയിരിക്കും. അവർക്ക് 100 രൂപയുടെ ബിരിയാണിയുടെ സ്ഥാനത്ത് 450 രൂപയുടെ AC ഹോളിലുള്ള ഒരു ഫുഡ് മേടിച്ച് കൊടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാൾ വിളിച്ചുകൊണ്ട് പോയി മേടിച്ച് കൊടുക്കും, അല്ലേ? നേരെ മറിച്ച് ഇതേ വ്യക്തി അവനേക്കാളും ഉയർന്ന പ്രസ്റ്റീജിയസ് സ്റ്റേജിലുള്ള ഒരാളെയും കൂട്ടി അവരുടെ ലെവലിലുള്ള ഹോട്ടലിലേക്ക് നിർബന്ധിതമായി പോകേണ്ടി വരുമ്പോഴുള്ള അവസ്ഥ, അവിടെ എന്ത് ചെയ്യുന്നറിയോ? അവർക്ക് ഏറ്റവും മുന്തിയ ഫുഡുകൾ ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തെന്ന് പറഞ്ഞിട്ട് മെനു കാർഡിൽ പോയിട്ട് ഒന്നും അറിയാത്ത താഴത്തെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് അവർക്ക് കമ്പനി കൊടുക്കും. ഈ ഒരു അവസ്ഥ പൊതുവെ എല്ലാവരിലും ശ്രദ്ധിക്കുന്നതാണ്. ഇത് 5 സ്റ്റാർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം തന്നെക്കാളും ഉയർന്ന നിലയിലുള്ള ആൾക്കാരുടെ കൂടെ പോകുമ്പോൾ നിർബന്ധിതനായിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് മേടിച്ച് കൊടുക്കുകയും അതേപോലെ തന്നെ അവിടെ സ്വയം ഡീഗ്രേഡ് ചെയ്ത് ഫിനാൻഷ്യൽ സ്ട്രഗിൾ കൊണ്ടാണ് താത്തു വെക്കുകയും ചെയ്യുക. ഇതൊക്കെ ആക്ച്വലി ചെറുപ്പം മുതൽ ശീലിച്ചു വന്ന മാതാപിതാക്കളിൽ നിന്നും കിട്ടിയ ഒരു പാറ്റേൺ ആണ്. അതായത് ബിരിയാണി മേടിച്ചുകൊണ്ട് വരുന്നു, അല്ലെ പുറത്തുനിന്ന് ഫുഡ് മേടിച്ചുകൊണ്ടിരുന്നു. അമ്മ എന്താണ് പഠിപ്പിച്ചിട്ടുള്ളതെന്ന് അറിയോ? നിങ്ങൾ കഴിക്കും മക്കളെ, എനിക്ക് ഇച്ചിരി ചാറ് മാത്രം മതി. അതായത് അവർക്കിഷ്ടമുള്ളവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. ഇത് തന്നെയല്ലേ എല്ലാവരും ചെയ്യുന്നത്. ഇനി പണത്തെ അക്സെപ്റ്റ് ചെയ്യാൻ ആരും പഠിച്ചിട്ടില്ല. പണത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്നറിയോ? ഇല്ല. പണത്തിനറിയാവോ വലിയവൻ തരുന്ന പണമാ ചെറിയവൻ തരുന്ന പണമാണെന്ന് പണത്തിനറിയുമോ? ഇല്ല, ഒരിക്കലും. ഈ വലിയവനും ചെറിയവനും പണത്തിന് ഒരേ മൂല്യമല്ലേ? അല്ലേ? അവൻ്റെ റിക്വയർമെൻറ്റുകൾ മാറിയേക്കാം, പക്ഷെ മൂല്യം സെയിം അല്ലേ? വലിയവൻ്റെ കയ്യിൽ 500 രൂപ ഇരുന്നാലും ചെറിയവൻ്റെ കയ്യിൽ 500 രൂപ ഇരുന്നാലും അവൻ ഉപയോഗിക്കുന്നത് ചിലപ്പം വ്യത്യസ്തമായ കാര്യങ്ങളാണെങ്കിലും ഇതിൻ്റെ മൂല്യം ഈക്വലാണ്. അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറയുക എല്ലാവരോടും. എന്താ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം? വലിയൊരാളുടെ കയ്യിൽ 500 ഇടുന്നു കഴിഞ്ഞാൽ അല്ല, മറ്റൊരു ഇതില്ല. ഇപ്പോൾ താങ്കളുടെ സർവീസ്, താങ്കളൊരു സർവീസ് ചെയ്യുകയാണ്, താങ്കൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ വരികയാണ്. ആ സർവീസ് ഇപ്പോൾ രാഹുലിനോട് പറയാം, രാഹുൽ എനിക്ക് ഒരു പെപ്സി മേടിച്ചേക്കണേ. ഓക്കെ, രാഹുൽ എനിക്ക് പെപ്സി മേടിച്ചുകൊണ്ട് തരിക. ഞാൻ എൻ്റെ ഒരാവശ്യത്തിന് വേണ്ടി ഇതെടുക്കണം, എൻ്റെ ഒരു ബിസിനസ് ആക്ടിവിറ്റിക്കാണോ അല്ലെങ്കിൽ എൻ്റെ ഒരു ജോബ് ആക്ടിവിറ്റിക്കാണോ പെപ്സി ഞാൻ പറഞ്ഞിരിക്കും. അപ്പോൾ രാഹുൽ അത് മേടിച്ചേച്ച് അവിടെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് തരുന്നുണ്ട്. ഞാൻ ഈ പെപ്സിയുടെ 50 രൂപ രാഹുലിന് തരികയാണ്. രാഹുൽ എന്ത് ചെയ്യും? വേണ്ട, സാരമില്ല. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോട് നിങ്ങൾ നോ പറയാനാണ് ശീലിച്ചിട്ടുള്ളത്. മേടിച്ചേച്ച് എന്തുകൊണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തു, താങ്ക് യു, ഇപ്പുറത്തൂടെ ഇത് എന്തെങ്കിലും വാങ്ങാം, കയ്യിലിരുന്നോട്ടെ. പണത്തെ നിരസിക്കാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പഠിച്ചിട്ടുള്ളത്. വരുന്നതിനെ 100% വഴി കൂടെ പോകുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നതിന് മടിയില്ല. പക്ഷേ നീ വഴിയെ കൂടെ പോകുന്ന ആളിനെ ഡീൽ ചെയ്യണ്ട. നീ എന്നും ഡീൽ ചെയ്യേണ്ട ആൾക്കാരുണ്ട്. നോ പറയാൻ പഠിക്കേണ്ടിടമുണ്ട്, യെസ് പറയാൻ പഠിക്കേണ്ടിടമുണ്ട്. അവിടെ സ്വീകരിക്കേണ്ട വരുന്ന തുക എത്ര ചെറുതായിക്കോട്ടെ എത്ര വലുതായിക്കോട്ടെ, ആ മൂല്യത്തെ, വരുന്ന തുകയെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എവിടെ പോയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്? അൺനോൺ മണിയാണോ അക്സെപ്റ്റ് ചെയ്യേണ്ടത്? നോൺ മണിയെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഒരാൾക്ക് എങ്ങനെയാണ് അൺനോൺ മണി അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നത്? അൺനോൺ സോഴ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നത്? അതിനർത്ഥം അവൻ്റെ കയ്യിൽ വരുന്നത് അവൻ്റെ കയ്യിൽ ഇരിക്കേണ്ട എന്നുള്ളതാണ്. ആദ്യം പഠിച്ചത് ഇത് റോളിങ്ങിനുള്ള ഐറ്റാണ്, ഐ എം നോട്ട് എലിജിബിൾ ഫോർ ദാറ്റ്. ഈ പാറ്റേണിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് പറ്റണം. ഇത് പറ്റാതെ എങ്ങനെ ഒരാൾക്ക് അവരുടെ ഫണ്ടിൻ്റെ ഫ്ലോ കൂട്ടാൻ കഴിഞ്ഞേക്കും? ചിന്തകൾ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇന്ന് ഈ 2025 1 ലക്ഷം രൂപ ഡീൽ ചെയ്തിരുന്ന ആൾ 2026 10 ലക്ഷം രൂപ ഡീൽ ചെയ്യും. ഓഫ്കോഴ്സ് 100% അതങ്ങനെ തന്നെ വരും, അല്ലേ? സ്വാഭാവികമായിട്ട് അത് കയറി വരും. അതിനോടൊപ്പം തന്നെ ഡീലിങ്ങിൻ്റെ ബാധ്യതകളും അവർ കൂട്ടിവെക്കുന്നുണ്ടാവും, റിക്വയർമെൻറ്റുകൾ കൂട്ടിവെക്കുന്നുണ്ടാവും. ഈ പാറ്റേണുകൾ നമുക്ക് ലെതാർജിക് സ്റ്റേജിൽ, അതായത് ആൽഫ സ്റ്റേജിന് താഴെയുള്ള
നമ്മളുടെ തീറ്റ ലെവലിൽ വന്നാൽ ബ്രെയിനിനെ കൊണ്ടുവരിക. അത് ഗൈഡഡ് മെഡിറ്റേഷനിൽ പറ്റും. ഈ ഗൈഡഡ് മെഡിറ്റേഷൻ വർക്ക് ചെയ്യണമെങ്കിലും അവൻ്റെ ഹെൽത്തി ബോഡി ആയിരിക്കണം. നടുവേദന അല്ലെ കാലുവേദന മുറിഞ്ഞിരിക്കുന്ന ഒരാളോട് ഇരുന്ന് ധ്യാനിക്കാൻ പറഞ്ഞാൽ അവനെ കൊണ്ട് പറ്റുമോ? ഇല്ല. ഫസ്റ്റ് അവൻ്റെ വൂണ്ട് ക്യൂർ ചെയ്യണ്ടേ? അവൻ്റെ മനസ്സിലാണ് പെയിനെങ്കിൽ ആ മനസ്സിലുള്ള പെയിനെ ക്യൂർ ചെയ്യണ്ടേ? ആ മനസ്സിലുള്ള സ്ട്രഗിളിനെ ക്യൂർ ചെയ്യണമെങ്കിൽ പോസിറ്റീവ് ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം മാത്രമല്ല, മറ്റ് തെറാപ്പിക് മെഡിസിൻസ് എന്ന് പറയുന്ന മറ്റൊരു കണ്ടന്റ് ഉണ്ട്. മെഡിസിൻ അല്ല, ആക്ച്വലി തെറാപ്പിക് ലിക്വിഡ്സ് എന്നാണ് പറയാം. ഇതിൻ്റെ ഒരു 2 drops വീതം 4 times വീതം അല്ലെ 4 drops, ഓരോരുത്തരുടെ ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ട് അത് അവരെ അവരുടെ മൂഡ് സ്വിങ്സിൽ നിന്നോ മൂഡ് പ്രോബ്ലത്തിൽ നിന്നോ പുറത്തേക്ക് മാറി ചിന്തിക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യും. സ്ട്രെസ്സിൽ നിന്നും പുറത്തേക്ക് വരാം. ഒപ്പം ഈ ന്യൂട്രീഷൻസ് അപ്ഗ്രേഡേഷൻസും കൂടി നടത്തിയാൽ അയാളുടെ ബ്രെയിൻ വേവ്സ് അവന് ഈസി ആയിട്ട് താഴെ കൊണ്ട് ഉറങ്ങുന്നില്ല. ഒരാളും ഡെൽറ്റ ലെവലിൽ പോവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നില്ല. കാരണം അവിടെ ഉഗ്രൻ ഉറക്കം കഴിഞ്ഞാൽ അവിടുത്തെ പടക്കം പൊട്ടിച്ചിട്ട് അറിയാത്ത ആൾക്കാരുണ്ട്. അവരൊക്കെ എന്തോ ഒരു ഡീപ്പ് സ്ലീപ്പിൽ നിൽക്കുന്നവരാണ്. അവരുടെയൊക്കെ ആ ഡീപ്പ് സ്ലീപ്പിലുള്ള സമയത്ത് അവൻ്റെ സബ് കോൺഷ്യസിനെ എടുത്തിട്ട് പ്രോഗ്രാംസ് റീവയർ ചെയ്യാം, അല്ലെ റീപ്രോഗ്രാം ചെയ്യാം, ധാരണകളെ മാറ്റിമറിക്കാം. ഇതെല്ലാം അവിടെ ചെയ്യാൻ സാധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും കേൾക്കുന്ന ഈ മോട്ടിവേഷൻസുകാരൊക്കെ പറഞ്ഞു നടക്കുന്നൊരു കഥയാണ്. ബട്ട് ആനയുടെ കഥ. കുട്ടിയാന ആയിരിക്കുമ്പോൾ ആ ആനയുടെ കാലയിൽ ചങ്ങല കെട്ടിയത് കൊണ്ടാണ് വലുതായപ്പോഴും ചങ്ങല പൊട്ടിക്കാത്തതെന്ന് തോന്നുന്നുണ്ടോ?